ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ് സുഹൃത്തുക്കളെ. അതെ, ഇന്നൊരു ചലഞ്ചാണ്. അമ്മയുടെ ഞാൻ പറഞ്ഞില്ലല്ലോ, പറയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിരുത്തിയത്. ഇങ്ങോട്ട് കേട്ടോ. അപ്പൊ ഗൈസ്, ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours നോ ഫുഡ് നോ വാട്ടർ ചലഞ്ചാണ്. അതായത് ഇന്നത്തെ ദിവസം ഞാൻ ആഹാരമോ വെള്ളമോ കുടിക്കുന്നതല്ല. അതാണ് ഇന്നത്തെ ചലഞ്ച്. ആകപ്പാടെ ഉണങ്ങി ഒട്ടം തിരിഞ്ഞിരിക്കുക. എനിക്കറിയാതെ, എന്നാലും ചലഞ്ചിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നൊന്നും കഴിക്കാതെയും വെള്ളം കുടിക്കാതെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇതുവരെ കഴിച്ചില്ല. ഇല്ല, അമ്മ വേണ്ട, ഞാൻ മാത്രം മതി. അമ്മ വേണ്ട, വയസ്സായിട്ടൊക്കെ ഇരിക്കില്ലേ, BP ഒക്കെ കുറഞ്ഞ ഇനി ആശുപത്രിയിലൊക്കെ പോയാലേ. എന്നെ കൈ വയസ്സായി നീ. എനിക്ക് തീരെ വയ്യാന്ന്. അത്രയ്ക്കൊന്നുമില്ല, ഇത് സ്റ്റീൽ ബോഡിയാ, അങ്ങനൊന്നും വീഴത്തില്ല. പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കണം. ഞാൻ ഇലയപ്പം ഉണ്ടാക്കി വെച്ചത്. ഇലയപ്പം ഒന്നും എനിക്ക് വേണ്ട, പഴങ്കഞ്ഞി മതി. പഴങ്കഞ്ഞി ആകുമ്പോൾ തോനെ നേരം നിൽക്കാം. അപ്പൊ ഗൈസ്, ഇന്ന് അതാണ് ചലഞ്ച്, നോ ഫുഡ് നോ വാട്ടർ. ഇതിനു മുമ്പ് ഞാൻ നോ ഫുഡ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വെള്ളം കുടിച്ചിരുന്നു വന്ന്. ഇപ്പം എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണ്ടേ. അപ്പം അന്നത്തെ കണക്ക് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യണ്ടല്ലോ. ഇപ്പം നോ ഫുഡ് ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേന് നിൽക്കാനൊക്കെ പറ്റും, പക്ഷേ നോ വാട്ടർ എന്നും കൂടെ പറയുമ്പോഴത്തേന് കുറച്ചുകൂടെ ഒന്ന് ടാസ്ക് ആവും. വെള്ളം കുടിക്കാതെ നിൽക്കുന്നതിനും കുറച്ച് പാടാണ്. ഇപ്പോഴത്തെ വെയിലും ചൂടൊക്കെ അറിയാലോ. ട്രൈ ചെയ്യാം, ഇത് ട്രൈ ആണ്. എനിക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. വെള്ളം കൂടെ കുടിക്കാത്തോണ്ട് ഒരു ആംബുലൻസ് കൂടെ വിളിച്ചിട്ട് 108 കൂടെ വിളിച്ചിട്ടേരെ. അത് ഞാനേ വീഴുവാണെങ്കിൽ അങ്ങ് വിളിച്ചാൽ മതി കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ കറക്റ്റ് വെയിറ്റ് നോക്കാവേ, 62.10. ചലഞ്ച് കഴിയുമ്പോഴത്തേന് എത്രയാവും നമുക്ക് നോക്കാവേ. തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചാള പൊരിച്ചതുകൊണ്ട് നെത്തോലി അല്ല, ഇപ്പൊ ഇത്രയും ചാളയൊക്കെ ഉള്ളു. ചെറിയ ചാള, ചമ്മന്തി, ഇന്നലത്തെ മീൻകറി, ചീനി. മീൻകറി ഇന്നലത്തെ മീൻകറി കേട്ടോ. പഴങ്കഞ്ഞിക്ക് ഏറ്റവും ബെസ്റ്റ് ഇന്നലത്തെ മീൻകറിയാ. ഇനി ഇവിടെ നിന്ന് കൊതി വിട്ട് എന്റെ വയറ് കേടാക്കിയിട്ടേ പോകത്തുള്ളൂ. ഒന്നാമത്തെ നോ ഫുഡ് ചലഞ്ചാ, അതിന്റെ കൂടെ നിന്ന് കൊതിയുടെ വിട്. എനിക്ക് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ ഇച്ചിരി പഴങ്കഞ്ഞി കുടിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. വേറെ ഏത് കഴിച്ചാലും എനിക്കൊരു തൃപ്തി എനിക്ക് അങ്ങോട്ട് വരത്തില്ല. എനിക്ക് പഴങ്കഞ്ഞി തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാൻ എപ്പോഴും കുടിക്കാറുമില്ല. ഇച്ചിരി ചമ്മന്തി അങ്ങോട്ട് ഇടാം. തലേ ദിവസത്തെ മീൻകറി, അയിലക്കറി അല്ലേ അമ്മ? ഇച്ചിരി അയിലക്കറി അങ്ങോട്ട് ഇളക്കണം ഇങ്ങനെ. അതുകൊണ്ട് ഇത് ഉണ്ടമുളക് കേട്ടോ. മോനെ ഫിഷ് ടേസ്റ്റ്. ഇനി ഒരു മീൻ വറുത്ത് അങ്ങോട്ട് എടുക്കാം. അടിപൊളി. സൂപ്പറല്ലേ? ഒരു കാന്താരിയോട് എടുത്തിട്ടോ. നിനക്കൊണ്ടാ പഴക്കഞ്ഞി ആണോ? നമ്മ കാന്താരി കൂടെ കൊണ്ടുവന്നു കേട്ടോ. അത് ഇത്തിരി കടന്നുപോയി. സൂപ്പർ. പഴകഞ്ഞി ഫുള്ള് കുടിച്ച് കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഇന്നത്തെ ദിവസം ഇനി വേറെ ഒരു ഫുഡ് ഞാൻ കഴിക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. നാളെ ഈ സമയം വരെ ഈ ഒരു പഴകഞ്ഞിയിലായിരിക്കും ഞാൻ നിൽക്കുന്നത് മൊത്തം. 3 hours later. ഹേ ഗൈസ്, സമയം ഏതാണ്ട് 1:45 അടുപ്പിച്ചായിട്ടുണ്ട്. ഞാൻ രാവിലെ ഒരു 10-10:30 ആയപ്പോഴാണ് പഴങ്കഞ്ഞി കുടിച്ചത്. ഇപ്പം എനിക്ക് വിശപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കുളിച്ച് കഴിഞ്ഞ് ഈവനിങ് ടൈമിലാണ് കൂടുതൽ വിശപ്പ് വരുന്നതും പിന്നെ ഞാൻ കിടക്കുന്ന സമയത്തുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിശപ്പ് വരുന്നത്. ആ സമയം സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല, പിന്നെ നേരെ പോയി കിടന്ന് ഉറങ്ങുമല്ലേ. പിന്നെ നമുക്ക് സുഖമായിട്ട് രാവിലെ എണീറ്റ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ കുടിച്ചതിൻ്റെ അല്ലേ? അമ്മ കഴിച്ചില്ലായിരുന്നു കേട്ടോ. അടുത്തെന്ത് ചിക്കൻ വാങ്ങിച്ചിട്ട് വരും. നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്യൂലേ. ഓ, എന്നെ കൊതിപ്പിക്കായിരുന്നു. ഞാൻ കൊതിയൊന്നും വരുന്നൊന്നുമില്ല. ഐ ആം ഇൻ ദ ചലഞ്ച് ഓഫ് ദ ഇന്ത്യ മാൻ. മന്തി അല്ല, ചന്തി തരാം. ഞാൻ ഫ്രൈ അടിച്ചു തരാം. ഇന്ന് എന്റെ മനസ്സ് വിഷമിച്ച് എന്തേലും നിങ്ങൾ ചെയ്താ നിങ്ങൾ തൂർത്തീരും, മെഴുകും. ഇവന് നമ്മളെ മേടിച്ചിട്ട് 2 ദിവസമല്ലേ കുളിപ്പിച്ചുള്ളൂ. പിന്നെ കുളിപ്പിച്ചിട്ടേ ഇല്ല. ഒരു ദിവസമല്ലേ, ഒരു വട്ടേ കുളിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉമ്മാരാൻ വന്നേക്കുക.
വെച്ച് അങ്ങ് എല്ലാവർക്കും ഉമ്മോട് പോ പാടാ അങ്ങ് പോ അവിടെ കന്നു പാവ അയ്യോ പൂനേച്ച വരുന്നത്. അത് കൊഞ്ഞിച്ച് വിളിക്കുന്ന വിളി. ഞാൻ ഇങ്ങനെ ചൊറിയുന്നത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ നടന്നിട്ട് ഉച്ചിക്കറ്റി പാരോടി ഇന്റെ പെണ്ണിനോടി ഞാൻ കിടന്ന് നല്ലൊരു ഉറക്കമൊന്നും ഉറങ്ങി കേട്ടോ. നല്ല ടയേർഡായിരുന്നു. 4:45 5 മണി അടുപ്പിച്ചാവാറായിട്ടുണ്ട്. ഈ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റും, പക്ഷേ വെള്ളം കുടിക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. എനിക്ക് തൊണ്ട ഡ്രൈ ആയിട്ട് തൊണ്ടവേദന എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ പറയുന്നത് ശരിയല്ല. 5 മണിയാവാൻ പോകുന്നു. കൂടുന്നാ ചലഞ്ചില് നോ ഫുഡ് നോ വാട്ടർ ചലഞ്ച്. അതായത് 20 വാട്ടറും ഇല്ല, വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഒന്നും ഇല്ലാണ്ട് 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക. ഒട്ടകം. ഈ വെള്ളം കുടിക്കാണ്ടിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. ഒന്ന് കുളിച്ചൊന്ന് കഴിയുമ്പോഴത്തേന് ഞാൻ ഓക്കെ ആവും, കുഴപ്പമില്ല. 24 hours. അതായത് ഇന്നൊരു 10 മണിക്കാണ് തുടങ്ങിയത്. നാളെ 10 മണി വരെ പിടിച്ചേക്കണം. മൂത്രമൊഴിച്ചില്ലെന്ന് ശരിയാ. ഞാൻ ദിവസം മുള്ളിയതും ഇല്ല കേട്ടോ, വെള്ളം കുടിച്ചില്ലല്ലോ. നമ്മള് ഏത് സിറ്റുവേഷനിലായുണ്ടല്ലോ നമ്മൾ സർവൈവ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു കാട്ടി പെട്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ എനിക്ക് ഒരു ദിവസം എനിക്ക് ഫുഡ് കഴിക്കാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലേ? അത് നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ എനിക്ക് കഴപ്പ് കയറിയിട്ടല്ല. നമ്മളൊരു മനുഷ്യരെ എത്ര ദിവസം ഫുഡ് ഇല്ലാതെ ഇരിക്കാൻ പറ്റും? അത് ഇരുന്നാലേ മനസ്സിലാവും. ചത്തില്ലെങ്കിൽ പിറ്റേ ദിവസം കാണാം. അത്രേ പറയാൻ പറ്റും മനുഷ്യന്റെ കാര്യം. എങ്ങനെയാലും ഒരു 5-6 ദിവസമൊക്കെ പിടിച്ചേക്കൂലേ? 5-6 എനിക്കറിയത്തില്ല. വെള്ളമെങ്കിലും കുടിക്കാണ്ട് പാടായിരിക്കും. വെള്ളം ഉണ്ടെങ്കിൽ പിടിച്ചിരിക്കാം. എനിക്ക് വെള്ളം ഇല്ലെങ്കിലും വേണ്ടില്ല, കഴിക്കണം. കുടിക്കാതെ കിട്ടിയില്ലെങ്കിൽ തിന്നാൻ വല്ല കിട്ടിയാൽ മതി. എനിക്ക് തിന്നാൻ വല്ലതും കിട്ടണം. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ മഴയത്തൊന്ന് കുളിച്ചിട്ട് കുറേ നാളായി. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ഒരു മഴ കൊണ്ടെത്താ തരൂല. അങ്ങനെ പറഞ്ഞ് തരത്തില്ല. അയ്യോ അമ്മ വേണ്ട വിളക്ക് എത്തിക്കാനുള്ള പരിപാടിയാ. കിണ്ടിയൊക്കെ അങ്ങ് പഴയതായി. ഇന്ന് ഏതാ ദിവസം? വെള്ളിയാണോ? ഏതാ ദിവസം ഒന്നും ഒരു ഓർമ്മയില്ല എനിക്ക്. ഓരോ ദിവസം ഭയങ്കര പെട്ടെന്ന് പോകുന്നുണ്ട്. ഈ മറ്റേ ഉമിക്കിരിയൊക്കെ ഇട്ട് തേക്കത്തില്ലേ ഇതിനകത്ത്? എനിക്ക് വിളക്ക് കഴിക്കുന്ന പൊടിയുണ്ട്. വിളക്കൂടി എന്തേ? ഇതിട്ട് തേച്ച് നല്ലൊരു പൊടി. ഇത് കുത്തുവിളക്കാണോ അല്ലാത്ത വിളക്കാണോ? കാറ്റ് നീ അകത്തേറിപ്പോ. എനിക്കാണെങ്കിൽ വെള്ളം കുടിക്കാൻ തായിരിക്കുന്നു. ഈ സാധനം വിളിക്കാം. അത് ജലദോഷത്തിനല്ലേ വെള്ളം കുടിക്കുന്നതിന് എന്തൊരു പറ്റുള്ളൂ. ഒരു തണുപ്പിട്ടു. ഹേ ഗൈസ്, അപ്പോൾ സമയം ഏതാണ്ട് 7 മണി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയി കുളിച്ച് ഫ്രഷായി. ഇതുവരെ ഒരു ആഹാരം പോലും ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചൊന്ന് ഫ്രീ ആയ പോലെ തോന്നുന്നുണ്ട്. ഒരു ക്ഷീണമൊക്കെ കുറച്ച് പോയ പോലെ തോന്നുന്നുണ്ട്. മോഹം കണ്ടിട്ട് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നതാണോ? ഇനി എന്തോ പുറത്തു പോയാലും ഒന്നും കഴിക്കാൻ പറ്റൂല. നിങ്ങൾ കഴിച്ചോ? നമുക്ക് പുറത്തു പോയി കഴിക്കാം. നിങ്ങൾ അത് എന്തൊരു പരിപാടിയാ? എന്താ അത് ശരിയല്ല. എന്നാ അമ്മയും പട്ടിണി ഇരി. നമ്മളെന്തിനിപ്പോ ഉച്ചക്ക് പറഞ്ഞതാ നിങ്ങൾ കഴുകി. എന്താന്ന് അറിഞ്ഞത്തില്ല, എനിക്ക് വിശക്കുന്നില്ല ഇത്ര നേരമായിട്ട്. ഞാൻ ചുമ്മാ പറയണല്ല കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് പറയും. എനിക്ക് ഇത്ര നേരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിശപ്പ് എനിക്ക് വരുന്നില്ല. വെള്ളം കുടിക്കാണ്ടിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ വീട്ടിൽ കത്താതെ നടന്ന പൂത്തിരി കിടന്ന് കത്തിക്കുന്ന മത്താപ്പി കത്തിക്കേ. പോടാ കേറിപ്പോ. ഇവൻ വേണേലേ ഈ മത്താപ്പ് കടിച്ചു പിടിക്കും മിക്കവാറും. ഹാപ്പി ഇത് നോക്കടാ. ഹല്ലേലൂയ, സ്വോത്രം. അയ്യോ അണഞ്ഞു പോയോ? പെട്ടെന്ന് അണഞ്ഞു പോയി. ഒന്നുകൂടെ കത്തിക്കാമോ? ഹ്യൂജ് സ്നോ. രാത്രി ആകുമ്പോഴത്തേന് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് ഇളകും.
ഹാപ്പി ലുക്ക് അറ്റ് ദിസ്. അവര് പേടിയാട്ടോ അത്. അതെ, എനിക്കൊന്ന് കറക്കാൻ തരുമോ? പൊളി പൊളി പൊളി. എവിടെയാലും പോയാലോ? പോയാൽ കഴിക്കരുത്, കഴിക്കാതിരിക്കണം. നമ്മൾ എന്തൊരു കണ്ടാലും തിന്നാതെ നമ്മൾ അത് അണഞ്ഞിട്ട് നമ്മളിങ്ങനെ കഴിക്കാണ്ടിരിക്കണം. അതാണ് ചലഞ്ച്. അതെ, പുറത്തിറങ്ങിയിട്ട് കഴിക്കുന്ന ആൾക്കാരെ മൊത്തം നോക്കി ഞാൻ കൊതി വിടും. എല്ലാവർക്കും തൂറ്റിലും വയറുണ്ടാവും. അച്ഛൻ നിസ്സാര കാര്യമില്ല, ഞാൻ ഇത്ര നേരിട്ടൊന്നും കഴിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. അറിയോ? പവർ പോയാലോ നമുക്ക് എവിടെയാലും? എന്നാ റെഡിയാവും? ഞാൻ റെഡിയാ. എന്റെ മൈൻഡ് പെട്ടെന്ന് മാറും. അതിന് മുമ്പ് ഇറങ്ങി ബാ നമുക്ക് എനിക്കിങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇട്ട് അടിക്കാൻ ഫൈറ്റാ. ഇവനാണ് ഉരുട്ട് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം, പോവാം. വണ്ടിയുടെ പോവാം. അവിടുന്ന് അങ്ങ് ഇറങ്ങിയാ മതിയായിരുന്നു കേട്ടോ. ഇത്രയും കൂടെ നടന്നപ്പോഴത്തേന് എനിക്ക് അങ്ങ് കിളി പോണു. എന്റെ ഇല്ല, കുഴപ്പമില്ല. ഇവിടെ അടുത്ത ആശുപത്രി ഉണ്ട്, ആയുർവേദത്തിന്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അടുത്തുണ്ട്. ഒന്ന് ബുക്ക് ചെയ്തിട്ടേ ശ്രീതു. അല്ല, ഞാൻ വന്ന വഴിക്ക് നോക്കിയായിരുന്നു, തുറന്നിട്ടേക്കോ. ഇൻ കേസ് ഞാൻ വീഴുവാണെങ്കിൽ എടുത്തോണ്ട് പോണേ. ഇറങ്ങി വായേ. പാതിരാത്രി പാട്ട് വെട്ടിയൊക്കെ എടുത്തോണ്ട് ഇറങ്ങി വരുക. അമ്മ ഇപ്പൊ വീണ് പല്ലു പോയാലേ സർക്കാരിന്റെ 1 ലക്ഷം രൂപ കിട്ടും, വേദന കിട്ടും. അമ്മ 2 കമരങ്ങ വരൂ, ഒരു 3-4 ലക്ഷം രൂപ എന്റെ കയ്യിരിക്കും. നമ്മള് ബീച്ചിലെത്തിയേ. ഒരു പട്ടിയില്ലല്ലോ ഇവിടെ. സായിപ്പേ ബൊട്ടത്തലയൻ സായിപ്പേ, കല്യാണം കഴിഞ്ഞോ സായിപ്പേ. എനിക്ക് അങ്ങ് ഓര കാണിക്കണം. എനിക്ക് വർക്കർ വന്ന് എനിക്ക് ഓര. ഏതെങ്കിലും കുറ്റി സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നാലോ? കടൽക്കുറ്റി കിട്ടോ, കടൽക്കുറ്റി. ഇനി കുറച്ചു നേരം നമുക്ക് പാട്ടിട്ട് ചില്ലിയാ സുഹൃത്തുക്കളെ. അവന്റെ മാപ്പൊടി. ഹാപ്പിയേ ന്യൂ ഇയർ, ഹാപ്പിയേ. പഴനിമല മുരുകന് പള്ളി വേലായുധം, പാറി പറക്കുന്ന പൊന്മയിൽ വാഹനോ. നാട്ടരെ തിങ്കളോ ജ്ഞാനപ്പഴമോ, വരിക വടിവേല, ഹര ഹരോ ഹര ഹര, ഹര ഹരോ ഹര. പാട്ട് തീർന്നോ? ഹാപ്പി വേണം. ദാങ്കിണക്കത്തില്ലന്തില്ലം ദാങ്കിണക്ക ചണ്ടവളങ്ക വേലേക്കാവടി പൂരക്കാവടി വേലിക്കോട് കാവടി വേളം വാൽപ്പയച്ചടി പൂയിപ്പള. അടുത്തടുത്താ അങ്ങോട്ട് മീന ഓടിക്കും. ഓ കാവടി മേളം. ഒന്നുകൂടെ ഓടിക്കും മീന. ഓ എനിക്ക് വയ്യ, എനർജി ഇല്ല. എന്റെ ബെൽറ്റ് കൂരി. ഹാപ്പി വാടാ. ഏതാ പവറ്. ഓ ശ്വാസമൊന്നും കിട്ടുന്നില്ല ഗൈസ്, എനിക്ക് വയ്യാട്ടോ. അയ്യയ്യേ പച്ചമ്പിയേ. എങ്ങനെയുണ്ടോ ഡാൻസ്? അടിപൊളി, സൂപ്പർ അല്ലായിരുന്നാ? സൂപ്പർ. ഓ
അമ്മ തകർത്തിട്ടൊക്കെ. അയ്യോ ഇത്ര കിടന്ന് ചാടണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ആയിക്കുന്നു വെള്ളം. ഒന്നാമത് തൊണ്ട വരണ്ട ഒരുമാതിരി ഇരിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ഡാൻസ് കൂടെ കളിച്ച് പാടുന്നത്. കടലിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും? ആ മണ്ടത്തരം ഇറങ്ങി ഇപ്പം അങ്ങോട്ടിരിക്കാം നമുക്ക്. സൂപ്പറായിരിക്കും. ആ എന്തോ കടലിൽ നമുക്ക് എന്തൊക്കെ, കടലുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗമുണ്ട്? കടലുണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗമുണ്ട്. നമുക്ക് കറിക്കിടാൻ ഉപ്പ് കിട്ടുന്നുണ്ട്, നമുക്ക് മീൻ കറി വെക്കാൻ മീൻ കിട്ടുന്നുണ്ട്, മീൻ പൊരിക്കാൻ മീൻ കിട്ടുന്നുണ്ട്, മീൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട് കടലുമായിട്ട് ബന്ധപ്പെട്ട്. മണലെടുത്ത് നമുക്ക് പിന്നെ കപ്പലിൻ്റെ വർക്ക് എടുക്കാൻ പറ്റും. ഈ മണൽ വെച്ച് നമുക്ക് വീട് തേക്കാൻ പറ്റും. നല്ല കാറ്റ് കിട്ടും. അത് നല്ല കാറ്റ് കിട്ടും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നീ എല്ലാം പറഞ്ഞു തൃപ്തിയാലോ? സമാധാനമായി. അപ്പോൾ ഒരു ബ്ലൂം പഠിച്ചോ? ബ്ലൂം വയ്യ. ശരി ഞണ്ടിനെ കിട്ടി. ഇപ്പൊ ഇറങ്ങി ഓടിയാട്ടോ. ഞാൻ ഇവനെ പിടിക്കാൻ ഓടിയതാ. കാലിൻ്റെ ഇടയിൽ ഒരു ഞണ്ടുണ്ട്. ഞാൻ തുറന്ന് ഇപ്പോൾ ഓടുക. പിടിച്ചേ. അയ്യോ ഞാൻ കാല് മരിക്കാണ്. ഓ മൈ ഗോഡ്. ഓ ഗൈസ് ഞണ്ടിനെ കിട്ടി കേട്ടോ. വേണ്ടേ ഒരു ചെറിയ ഞണ്ട് ഇറുക്കാൻ നോക്കുക. വെള്ള കളർ ഞണ്ട്. ഓക്കെ അതിനാണോ? അമ്മയ്ക്കാണോ? എന്നാ എടുത്തോ. ഞാൻ കിടന്നങ്ങ് ചാടി കേട്ടോ. ഇപ്പം നല്ല രീതിക്ക് പട്ടി അയക്കും പോലെ ഞാൻ കിടന്ന് അയക്കുക. വയ്യ. അയ്യോ വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കുറച്ച് ഓവറായോ? ഓവറായി. ഞാനും ഓവറായില്ലേ? അച്ഛനും ഓവറായി. എല്ലാരും ഓവറായി. ഇരുന്ന മോനെ കൊണ്ടുവന്ന് കടപ്പുറത്ത് ഇങ്ങനെ തന്നെ ചെയ്യണം. അതാ പട്ടിണി ഇരിക്കുന്നവനെ കൊണ്ടുവന്ന് ഇങ്ങനെ തന്നെ ചെയ്യിക്കണം കേട്ടാ. വയ്യ ഗൈസ്. ഇനി വീട്ടിൽ എത്തിയിട്ട് വരാൻ സുഹൃത്തുക്കളെ. ഞാൻ വീട്ടിൽ എത്തുമെന്നോ? ശരി. അതെ ഒന്നും ആയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയെന്ന് വിശ്വസിച്ച് മുമ്പോട്ടങ്ങ് പോവാ. അത്രേ ഉള്ളൂ. സൂപ്പർ ലൈഫ് ലെസൺ ആണ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞത്. എന്തിനാ ഇപ്പോൾ പറഞ്ഞത് എനിക്കറിയില്ല. ഓക്കെ വീട്ടിൽ എത്തിയിട്ട് വരാം ഗൈസ്. ബൈ. ഹേ ഗൈസ് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. നല്ല ക്ഷീണമുണ്ട്. അയ്യോ കണ്ണൊക്കെ ഒരുമാതിരി ക്രാവി പോകണം. സമയം 11:52, 12 മണി അടുപ്പിച്ചാവാറായിട്ടുണ്ട്. ഞാനാണെങ്കിൽ അവിടെ കിടന്ന് ചാടി ഡാൻസ് കളിച്ചോണ്ടിരുമ്പോൾ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് തൊണ്ടയിലൂടെ വരണ്ട്. ഇവരും ഒന്നും കഴിച്ചില്ല കേട്ടോ. നിങ്ങളെന്താ കഴിക്കാൻ? ഞാൻ കഴിക്കാത്തതുകൊണ്ട് അവരും കഴിച്ചില്ല. നിങ്ങൾ പോയി കഴിക്കണേ. കഴിക്കും. ഞാൻ ഇനി കിടക്കാൻ പോവുകയാണ് ഗൈസ്. ഇനി ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നല്ല വിശപ്പുണ്ട് കേട്ടോ. നല്ല വിശപ്പെന്ന് വെച്ചാൽ ഒട്ടാറ് വിശപ്പ്. സമയം ഏതാണ്ട് 1:45 കഴിഞ്ഞിട്ടുണ്ട്. 1:49 ആയിട്ടുണ്ട്. കിടക്കാനായിട്ട് പോകാം കേട്ടോ. ഇത്ര നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. നല്ല വിശപ്പുണ്ട് ഗൈസ്. ശരിക്കും ഇപ്പം തോന്നുന്നു വെള്ളമെങ്കിലും കുടിച്ചാൽ മതിയായിരുന്നു തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. അമ്മ വേണ്ട എൻ്റെ അപ്പുറത്ത് തന്നെ ഒന്ന് കിടക്കും കേട്ടോ. റൂമിൽ പോയില്ല കിടക്കാനായിട്ട്. രാവിലെ കാണാം ഗൈസ്. കൊച്ച് ഓ നല്ല ബോധമുണ്ട്. എങ്ങനുണ്ട്? ഓഹോ വന്ന് ഞാൻ എനിക്ക് ഉറങ്ങട്ടെന്ന് വിചാരിച്ചതാ. വിശക്കുന്ന ഒരു വൈകിട്ട് ഓ തലവേന എടുക്കുന്ന എങ്ങനെ ഉണ്ടായിരുന്നു? സമയം 10:30 ആയിട്ടോ. ഞാൻ 10 മണിക്ക് വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിച്ചത്. 10:30 ആയപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. മെയിനായിട്ട് 61, 70 എന്നാലും 62 അല്ലായിരുന്നു. കുറഞ്ഞു. ഹേ ഗായ്സ് അപ്പോൾ നമ്മുടെ ചലഞ്ചൊക്കെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഒരു ചലഞ്ച് ഇനി ഞാൻ ചെയ്യത്തില്ല. ഇത് ലാസ്റ്റാണ് ഗൈസ്. കാരണം ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റും, പക്ഷേ ഈ വെള്ളവും കൂടെ കുടിക്കാണ്ട് ഭയങ്കര പാടാണ്. അത് ഇന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എനിക്കറിയാം. പിന്നെ ഒരു ചലഞ്ച് എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. എന്തായാലും ഫുഡ് കഴിക്കാം. ഫുഡ് വെള്ളം കുടിക്കും. ചൂടാണോ? ചെറിയ തോനെയില്ല എന്നാലും ആദ്യം കുടിക്കുമ്പോൾ ഒരു ഫീൽ നോക്കി. അയ്യോ ഇറങ്ങി അങ്ങ് പോണ്. എനിക്ക് റൂട്ടൊക്കെ അറിയാൻ പറ്റുന്നത്. ഇവരെൻ്റെ ഫ്രണ്ട് ഇരുന്ന് ആരും കഴിച്ചൊന്നുമില്ല. ഞാൻ ഇന്നലെ കിടന്നതിന് ശേഷമൊക്കെയാണ് അമ്മയൊക്കെ കഴിച്ചതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ ഭയങ്കര ഹെവി ആയിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. അമ്മ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്.
പിന്നെ ഓറഞ്ച് ഇപ്പോൾ വേണമെങ്കിൽ കഴിക്കണ്ട, ചിലപ്പോൾ ഒന്നും കഴിക്കാതിരുന്നിട്ടേ ഞാൻ പിന്നെ അങ്ങ് എടുത്തു വെച്ചതാ, മറന്നുപോയി. പിന്നെ കൊണ്ടുവച്ചിട്ട് തിന്നല്ലേതാ ഒരേ തിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ചലഞ്ച്? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പാട് തോന്നി. നല്ല രീതിക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കംപ്ലീറ്റ് ചെയ്തു, അതിൽ ഹാപ്പി. എനർജി ഔട്ട്റോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണെന്ന് വരെ ബൈ.